നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ പഠിക്കാൻ പോകുന്നത് രാശിചക്രത്തിൻ്റെ 12 രാശികളുടെ ചിഹ്നവും അതിൻ്റെ പേഴ്സണാലിറ്റികളെയും പറ്റിയാണ്. രാശിചക്രത്തിൽ ചന്ദ്രനെ വെച്ചാണോ നോക്കേണ്ടത്, ലഗ്നത്തെ വെച്ചാണോ നോക്കേണ്ടത് എന്നൊക്കെയുള്ള കമൻറ്റുകൾ കാണാം പലപ്പോഴും. ഇത് പേഴ്സണാലിറ്റികൾ പറയുമ്പോൾ എന്ത് പേഴ്സണാലിറ്റി ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സൂര്യരാശികളെ ആസ്പദമാക്കിയിട്ട് ഇപ്പോൾ ഏരീസ് സൈൻ, ടോറസ് സൈൻ, ജെമിനി സൈൻ എന്നൊക്കെ വെസ്റ്റേൺസ് ആൾക്കാരുടെ ഒരു ഫിലോസഫിയെ ബേസ് ചെയ്തിട്ട് ഒരു പേഴ്സണാലിറ്റി പറയും. നവംബർ 15 മുതൽ ഡിസംബർ 15 വരെ ജനിച്ച ഇന്ന രാശി, അത് സൂര്യ സംക്രമത്തെ ആസ്പദമാക്കിയിട്ടാണ് അത് പറയുന്നത്. അതേപോലെ തന്നെ ഗോചരത്തെ ആസ്പദമാക്കിയിട്ട്, ചന്ദ്രന്റെ സംക്രമത്തെ ആസ്പദമാക്കിയിട്ട് ഇപ്പം വ്യാഴമാറ്റം, അതേപോലെ കണ്ടകശനി, ഏഴരശനി എന്നൊക്കെ പറയുന്നത് മൂൺ സൈനിനെ ബേസ് ചെയ്തിട്ടാണ്, ചന്ദ്രനെ ആസ്പദമാക്കിയിട്ടാണ്. നമ്മൾ ലഗ്നം വെച്ച് നോക്കുന്നത് അസെൻഡന്റ്, അഥവാ ലഗ്നം വെച്ച് നോക്കുന്നത് അസെൻഡന്റ്, അല്ലെങ്കിൽ ലഗ്നം വെച്ചിട്ട് ആ രാശിയെ നോക്കും. ഒരു രാശിയുടെ ക്യാരക്ടറൈസേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന്, ചന്ദ്രരാശിയാണോ, ലഗ്നമാണോ, അതോ അല്ലെങ്കിൽ കാരകന്മാരെ വെച്ചിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ആണോ, അതല്ലെങ്കിൽ സൺസൈൻ ആണോ എന്നുള്ളത് ജ്യോതിഷിയുടെ ജ്ഞാനത്തെ ആസ്പദമാക്കിയിട്ട്, ഇത് കൈകാര്യം ചെയ്യുന്ന ആളുടെ ജ്ഞാനത്തെ ആസ്പദമാക്കിയിട്ട് അത് യുക്തിപൂർവ്വം ഉപയോഗിക്കാം. ഇപ്പം മേടം രാശി ലഗ്നമായാൽ അയാളുടെ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ചന്ദ്രരാശി ആയാലും ഒരു പരിധിവരെയൊക്കെ ഫലവും പറയാം. ഏരീസ് സൈൻ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് വെസ്റ്റേണേഴ്സും പറയുന്നതും കൂടെ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. അതൊക്കെ പഠിക്കുന്നവരുടെ യുക്തിയാണ്. പൊതുവെ മേടൻ രാശിയുടെ ഒരു സ്വഭാവം എങ്ങനെയാണെന്നുള്ളതും കൂടെ പഠിക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മേടം രാശിയുടെ ചിഹ്നം ആടാണ്. ആ ചിഹ്നത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അഗ്നിരാശിയാണ്, ഫയറി സൈനാണ്, അതായത് ജ്വലിക്കുന്ന രാശിയാണ്. അതുപോലെ തന്നെ ചരരാശിയാണ്, മൂവബിൾ സൈനാണ്. നല്ലതിലേക്കും ചീത്തയിലേക്കും ഒരുപോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എത്താൻ കഴിയുന്നതാണ്. കുജനാണ് ഈ രാശിയുടെ ആധിപത്യം. അഗ്നിരാശിയും കൂടി ആയതുകൊണ്ട് തന്നെ ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും മേടൻ രാശിക്കാർ. ഹൈപ്പർ തെർമൽ ആവാനുള്ള സാധ്യതയുണ്ട്. ബോൾഡ് ആയിരിക്കും, നല്ല കറേജ് ഉള്ളവരായിരിക്കും, ആക്ടിവിറ്റീസിനോടൊക്കെ ഒരുപാട് താല്പര്യമുള്ളവരായിരിക്കും. അതിനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനുള്ളൊരു കഴിവുകളുണ്ടാവും. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ളവരെ പല കാര്യങ്ങളും അടിച്ചേൽപ്പിക്കാനുള്ള, തനിക്ക് ബലമുള്ള ഏരിയകളിലൊക്കെ കാര്യങ്ങളെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ഇവർക്കുണ്ടാവും. ഇവർ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് താൻ പറയുന്നതൊക്കെ ഫോളോ ചെയ്യണം മറ്റുള്ളവർ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അതിനുവേണ്ടി ഫോഴ്സ് ചെയ്യാനൊക്കെയുള്ളൊരു സാധ്യതയും ഉണ്ട്. 3 നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ വരുന്നത്. ഒന്നാമത്തേത് അശ്വതി. അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവാണ്. രണ്ടാമത്തെ നക്ഷത്രം ഭരണി, അത് ശുക്രനാണ്. മൂന്നാമത്തെ നക്ഷത്രത്തിൻ്റെ അധിപൻ, അതായത് മൂന്നാമത്തെ നക്ഷത്രത്തിൻ്റെ ഒരു പാദം മാത്രമേ അവിടെ വീഴുന്നുള്ളൂ, അത് രവിയുടെ നക്ഷത്രമായിട്ടുള്ള കാർത്തികയാണ്. അശ്വതി നക്ഷത്രത്തിൽ ലഗ്നം വീഴുകയാണെങ്കിൽ അത് അശ്വിനി ദേവന്മാരുടെ നക്ഷത്രമാണ്, വൈദ്യന്മാരുടെ നക്ഷത്രമാണ്. ബോഡിയിലെ അസിഡിക് നേച്ചറുമായിട്ട് അശ്വതി നക്ഷത്രത്തിന് ഒരു ബന്ധമുണ്ട്. അപ്പം അത് പിന്നെ അതേപോലെ ഇതിൻ്റെ ചൊവ്വയാണ്. അപ്പോൾ ഒരാളുടെ ലഗ്നം അശ്വതി നക്ഷത്രത്തിലാണ് മേടൻ രാശിയിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ കേതുവിൻ്റെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ കുജൻ്റെയും ഒരു കോമ്പിനേഷൻ അയാൾക്ക് വരും. ആ കോമ്പിനേഷനോടൊപ്പം അശ്വതി നക്ഷത്രത്തിൻ്റെ 10ാമത്തെ ഡിഗ്രിയിലാണ്, അല്ലെങ്കിൽ മേടൻ രാശിയുടെ 10ാമത്തെ ഡിഗ്രിയിലാണ് രവി ഉച്ചനാവുന്നത്, എക്സോൾട്ടഡ് ആവുന്നത്, അത്യുച്ചം ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രവിയുടെ ഒരു കോമ്പിനേഷനും 3ാം പാദത്തിനും 4ാം പാദത്തിനും രവിയുടെ ഒരു ഇൻഫ്ലുവൻസും കൂടി വരും. 1ാം ഭാവത്തിൻ്റെയും 8ാം ഭാവത്തിൻ്റെയും ആധിപത്യവും, അതുപോലെ കേതു നിൽക്കുന്ന രാശിയുടെയും കേതുവിൻ്റെയും സ്വഭാവവും, അതുപോലെ തന്നെ രവിയുടെ 5ാം ഭാവാധിപനായ രവിയുടെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും മേടം ലഗ്നത്തിൽ അശ്വതി നക്ഷത്രത്തിന്റെ ഭാഗത്ത് ലഗ്നമായിട്ട് വരുന്ന ഒരാൾക്ക്. എന്നാൽ തൊട്ടടുത്ത നക്ഷത്രമായിട്ടുള്ള ഭരണിയിലേക്ക് വരുമ്പോഴത്തേക്കും 1ന്റെയും 8ന്റെയും ആധിപത്യമുള്ള ചൊവ്വയും 2ന്റെയും 7ന്റെയും ആധിപത്യമുള്ള ശുക്രന്റെയും ആയിട്ടുള്ള നക്ഷത്രമാണ്. അപ്പോൾ 1ന്റെ 7ന്റെ ആധിപത്യമാണ് രാശ്യാധിപനുള്ളത്.
രണ്ടാം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും ആധിപത്യമുള്ള ശുക്രൻ്റെയും കൂടെ നക്ഷത്രമാണ് അവിടെ വരുന്നത്. അപ്പോൾ കുജിൻ്റെയും ശുക്രൻ്റെയും ഒരു കോമ്പിനേഷൻ ഭരണി നക്ഷത്രത്തിൽ മേടൻ ലഗ്നം വരുമ്പം ഈ അശ്വതി നക്ഷത്രത്തിൽ മേടൻ ലഗ്നം വരുന്നവരുടെ സ്വഭാവത്തിൽ നിന്ന് ഒരുപാട് മാറും. ഒരു ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും, ആർട്ടിസ്റ്റിക് മെൻറ്റാലിറ്റി ഉണ്ടാവും. ആ ശുക്രൻ്റെയും കുജിൻ്റെയും ഫലങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അവിടെ പോയി കേട്ടിട്ട് അതിനെ യുക്തി പോലെ ഉപയോഗിച്ചുകൊള്ളുക. ഭരണി നക്ഷത്രത്തിൽ ലഗ്നം വീഴുന്ന ഒരാളുടെ അമ്മയ്ക്ക് ഒന്നുകിൽ അമ്മമാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രസവ സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഒരു ഗ്യാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്ന് മാറി നോർമൽ അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാകും. അടുത്തത് കാർത്തിക നക്ഷത്രത്തിന്റെ ഒന്നാം പാദം. കാർത്തിക നക്ഷത്രത്തിന്റെ ഒന്നാം പാദത്തിൽ മേടൻ ലഗ്നം ഉദിക്കുന്ന സമയത്ത് ജനിക്കുമ്പം ആ വ്യക്തിക്ക് ശനി നീചനാവുന്ന പോർഷനാണ്. 28 ഡിഗ്രിയിലാണ് ശനി ഡെബിലിറ്റേറ്റഡ് ആവുന്നത്, നീചനാവുന്നത്. ആയുസ്സിന്റെ കാരകനായിട്ടുള്ള ശനി നീചനാവുന്ന സ്ഥലത്ത് ഒരാളുടെ ലഗ്നം വീഴുമ്പം 10ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ശനി നീചനാവുന്ന സ്ഥലത്ത് ലഗ്നം വീഴുമ്പം സ്വാഭാവികമായിട്ടും അവരുടെ ശരീരത്തിനുണ്ടാവുന്ന ചില കാര്യങ്ങൾ, ആയുർകാരകനായിട്ടുള്ള ശനിക്ക് ഏറ്റവും ബലം കുറഞ്ഞൊരു പൊസിഷനിൽ ഒരാൾ ജനിക്കുമ്പോൾ ആയുർ സംബന്ധമായിട്ട് ഇഷ്യൂസ്, അതുപോലെ തന്നെ അവരുടെ ഒരു പേഴ്സണാലിറ്റി ഒരിക്കലും ആ കേതുവിന് പറഞ്ഞ പോലെയോ ശുക്രനെ പറഞ്ഞ പോലെ ആയിരിക്കത്തില്ല. ഈ കാർത്തിക നക്ഷത്രത്തിൽ ലഗ്നം വരുന്ന ഒരാളുടെ സ്വഭാവം എന്ന് പറയുന്നത് ആ രവിക്ക് പറഞ്ഞ സ്വഭാവവും കുജന് പറഞ്ഞൊരു വീട്ടിൽ പോലും ചിലപ്പോൾ ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു സൈന്യാധിപനെ പോലെ ആയിരിക്കും. ഇങ്ങനെയാണ് ഒരു ബേസിക് പേഴ്സണാലിറ്റീസ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പം മേടം ലഗ്നത്തിന്റെ ആദ്യത്തെ നക്ഷത്രമായിട്ടുള്ള അശ്വതിയിലാണെങ്കിൽ കേതുവിന്റെയും ചൊവ്വയുടെയും അതുപോലെ 5ാം ഭാവത്തിൽ നിൽക്കുന്ന രവിയുടെയും കൂടെ ഒരു കോമ്പിനേഷൻ വരും. കുറച്ച് സൈലന്റ് നേച്ചറും കാണും, എന്നാൽ വളരെ ആർഗ്യുമെന്റ് ചെയ്യുന്ന ഒരു നേച്ചറും കൂടെ കാണും. എന്നാൽ 3ാമത്തെ നക്ഷത്രം വരുമ്പം ശനിക്ക് ബലം കുറഞ്ഞ പോയിന്റാണ് അവിടെ സ്വാഭാവികമായിട്ട് ശനിക്ക് ബലം കുറയുമ്പോൾ അവർക്ക് സ്ലേവ് ആവാനുള്ള താല്പര്യം, അവർക്ക് അടിമത്വം അല്ലെങ്കിൽ കുറച്ചൊന്ന് വിധേയനാവാനുള്ള താല്പര്യം കുറയും. അവർക്ക് സുപ്പീരിയോറിറ്റി കോംപ്ലക്സുകൾ വരും. അവർ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും. ആ രവിക്കും കുജനും പറഞ്ഞ സൈന്യാധിപനായിട്ടുള്ള ചൊവ്വ രാജാവായിട്ടുള്ള രവിയുടെയും കൂടി ഒരു കോമ്പിനേഷൻ ആയിരിക്കും മേടൻ ലഗ്നത്തിന്റെ അവിടെ വരുന്ന ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി. നമുക്കത് വിശദമായിട്ട് പഠിക്കാം. പൊതുവെ കാൽസ്യത്തിന്റെയും കൂടെ കാരകനാണ് രവി എന്നുള്ളത് കൊണ്ട് ആ ശരീരത്തിലെ കാൽസ്യവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളും ഈ നക്ഷത്രത്തിന്റെ ഈ 1ാം പാദം കൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. ഇതിന്റെ ഒരു മലയാള ശ്ലോകമുണ്ട്. വെട്ടുകൾ പുറമാം മേടം കാവും സർപ്പനിവാസവും കൈത്തോടും കുറ്റിക്കാടും ആടുമേയുന്നിടവും കനിസ്ഥിതി ശൂദ്രപ്രഭു ജനാധീനം ചൊല്ലാം പെരുവഴി അമ്പലവും. ഇതാണ് പറയുന്നത്. അപ്പൊ ഒരു ആട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്ഥലത്തെ കുറിച്ചൊക്കെയാണ് മേടത്തെ പറയുന്നത്. ഇപ്പൊ സർപ്പനിവാസമുള്ള സ്ഥലങ്ങള്. ആടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സ്വതന്ത്രമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവിയാണ്. മലകളിലും കാടുകളിലും അലയുന്നു. ഈ സൈൻ്റെ ഒരു മെയിൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇവർക്ക് ഒരു ഭയങ്കര കറേജ് ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെസ് എപ്പോഴും ഒരു മാഗ്നറ്റ് പോലെ ഇവരെ ആകർഷിച്ചുകൊണ്ടിരിക്കും. ഇവർ സ്ട്രെസ്സിലേക്ക് എപ്പോഴും പോയി വീണ്ടുകൊണ്ടിരിക്കും. കാരണം പറഞ്ഞാൽ ഇവരുടെ ഒരു കറേജ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് ആക്റ്റീവ് ആവുകയും പെട്ടെന്ന് ലേസി ആവുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് ഇവർക്ക്. തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കാട്ടിലെ മറ്റ് ജീവികൾ തന്നെ ആക്രമിക്കാൻ വരുമ്പം ആ സ്വാതന്ത്ര്യത്തിന്, ഇപ്പം മുയലൊക്കെ ആണെങ്കിൽ ഭയന്ന് കയറും, പക്ഷെ ആ സ്വാതന്ത്ര്യത്തിൽ നിന്നും ഇവർ ആ സമയത്ത് അതിഭീകരമായിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കും. അപ്പം ജീവിതമാകുന്ന അലച്ചിലിനിടയിൽ, സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നതിനിടയിൽ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കൂടെ നിൽക്കുന്നവരൊക്കെ ആയിരിക്കും, അവരുടെ ജീവിതം കൂടെ നിൽക്കുന്നവരുടെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കാൻ വേണ്ടിയിട്ട് അവരിവരെ ആക്രമിക്കാൻ വരുമ്പോൾ തിരിഞ്ഞു നോക്കാതെയുള്ള ഒരു ഓട്ടമുണ്ട് ഇവരുടെ. അപ്പം നിസ്സഹായത വരുമ്പം തിരിഞ്ഞു നോക്കാതെ മുന്നിട്ടിറങ്ങി കാര്യം നടത്തിയെടുക്കാനുള്ളൊരു കഴിവ് മേടൻ രാശിക്കാർക്ക് ഉറപ്പായിട്ടുണ്ടാവും. മലയും കാടും കൽപ്രദേശങ്ങളും ഖനികളും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനുള്ള മേഷത്തിന്റെ സ്വഭാവം അവിടെ അപകടങ്ങൾ പതിയിരിക്കുന്നു എന്നുള്ളത് തന്നെ അറിയാം. ഇപ്പം പർവ്വതാരോഹര് പർവ്വതത്തെ കയറാൻ പോകുമ്പോൾ, മൗണ്ടൈനിന്റെ മുകളിലേക്ക് കയറാൻ പോകുമ്പം അവിടെ അപകടങ്ങൾ പതിയിരിപ്പുണ്ടെന്നുള്ളത് അറിയാം. പക്ഷെ അപകടങ്ങൾ പതിയിരിക്കുന്നതിനെ നല്ല അലേർട്ടായിട്ട് കാണുകയും എന്നാൽ സ്വതന്ത്രമായിട്ട് നടക്കുകയും ചെയ്ത് അത് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് കയറാനുള്ള ഒരു കഴിവ്, ആ ഒരു പ്രശ്നം വന്നാൽ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് മേടക്കാർക്ക് ഉണ്ട്, ഉറപ്പാണ്. ലഗ്നാധിപൻ 4ാം ഭാവത്തിൽ നീചനാവുകയും 10ാം ഭാവത്തിൽ ഉച്ചനാവുകയും ചെയ്തത് കൊണ്ടായിരിക്കാം 4ാം ഭാവം സുഖഭാവമായതുകൊണ്ട്
സുഖഭാവത്തിൽ നീചം ഭവിച്ച ഗ്രഹമാണ് എന്നുള്ളത് കൊണ്ടും 4-ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ നീചം ഭവിക്കുന്നത് ലഗ്നാധിപന്റെ സ്വന്തം രാശിയായിട്ടുള്ള അഷ്ടമത്തിലായതുകൊണ്ടും 4-ാം ഭാവാധിപൻ സുഖഭാവാധിപൻ 8-ൽ നീചനാവുമ്പം ലഗ്നാധിപൻ 4-ൽ നീചനാവുന്നത് കൊണ്ടായിരിക്കാം എപ്പോഴും ഇവർക്കൊരു ഉൾഭയം ഉണ്ടാവും, ഉള്ളിലൊരു ഭയം ഉണ്ടാവും. മേടക്കാർക്ക് എപ്പോഴും ഒരു ഭയത്തിൽ ജീവിക്കുക എന്നുള്ളതാണെങ്കിൽ പോലും വ്യത്യസ്തവും നിർണായകവുമായിട്ടുള്ള സിറ്റുവേഷനുകളിൽ തീരുമാനമെടുക്കാനും പ്രവർത്തിക്കാനുമുള്ള ക്വാളിറ്റിയാണ് മേടൻ രാശിയുടെ ഒരു പ്രത്യേകത. ഒരു ജീവിതം രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളുടെയും പ്രയത്നങ്ങളുടെയും ഭയത്തിൻ്റെയും മറ്റുള്ളവർ തങ്ങളെ ഭരിക്കാതിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു ഇണചേരലാണ് മേടൻ രാശിയുടെ ബേസിക് നേച്ചർ. ഭയമുണ്ടാവും, എന്നാൽ ആ സമയത്ത് സ്വാതന്ത്ര്യം ഉണ്ടാവും. നല്ല കറേജ് ഉണ്ടാവും, കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടാവും. പക്ഷെ ചില സമയത്ത് ഭയങ്കര ലേസി ആയിരിക്കും. ഇവരൊരു ചരരാശി ആയതുകൊണ്ടും അഗ്നിരാശി ആയതുകൊണ്ടും തന്നെ ഇവരെ സമ്മർദ്ദത്തിൽ അങ്ങനെ നേടിയെടുക്കാൻ പറ്റില്ല. ഇവരെ സമ്മർദ്ദം ചെയ്ത് ഇവരെ വളച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരെ വളച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആടിനെ ഇല കാണിച്ച് ഏതുപോലെയാണോ തൊഴുത്തിലേക്ക് കൊണ്ടുവരുന്നത് അതുപോലെ ഒരു പ്രത്യേക രീതിയിൽ വേണം ഇവരെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ. സമ്മർദ്ദം കൊണ്ട് ഇവരുടെ മുന്നിൽ വിജയിക്കാൻ വലിയ പാടാണ്. ഇച്ഛാശക്തിയുള്ളവരാണ്. തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് ജീവിതത്തിൽ മരണതുല്യമായിട്ടുള്ള അവസ്ഥകളിൽ അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥകളിൽ ഓടി കരകയറാൻ കഴിവുള്ളവരാണ് മേടക്കാര്. കുജന്റെ ഒരു സ്വഭാവമുള്ളത് കൊണ്ടും രവി അവിടെ ഉച്ചനാവുന്നത് കൊണ്ടും തന്നെ ജീവിതം എന്ന് പറയുന്ന യുദ്ധത്തിനായിട്ട് ജനിച്ചവരാണ് മേടം ലഗ്നക്കാരല്ലേ മേടൻ രാശിക്കാര്. ചിലതിനെ കാണുമ്പോൾ ആവേശം, ചില വിഷയങ്ങളോടുള്ള ആരാധനകൾ, തങ്ങളെ ആരെങ്കിലും തങ്ങളുടെ സ്വാതന്ത്ര്യം പിടിച്ചു വെക്കുന്നതിലുള്ള ഇഷ്ടക്കേടുകൾ, തങ്ങളോ മേലുള്ള അധികാരങ്ങളോടുള്ള വെറുപ്പ്, വാദപ്രതിവാദങ്ങൾ, ആർഗ്യുമെന്റ് ചെയ്യാനുള്ള നേച്ചർ, ഷോർട്ട് ടെമ്പേർഡ് ആവുന്നത്, ഇതൊക്കെയാണ് മേടൻ രാശി. ഫയറി സൈനാണ്. അതുപോലെ തന്നെ കാലപുരുഷന്റെ 1-ാമത്തെ രാശിയാണ്, ശിരസ്സാണ്. അപ്പം കാലപുരുഷന്റെ ലഗ്നരാശിയും കൂടി ആയതുകൊണ്ട് തന്നെ ഇവർക്കൊരു ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യം വന്നാൽ, അവർക്കൊരാഗ്രഹം വന്നാൽ അത് സാധിച്ചെടുക്കാൻ ഇവര് നല്ല കഴിവുള്ളവരായിരിക്കും എന്നുള്ളത് ഒരു മേടം ലഗ്നത്തിൻ്റെ അല്ല ഒരു രാശി മേടമായാൽ ആ മേടത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി അതാണ്. ലഗ്നം വെച്ച് തന്നെ പറഞ്ഞാൽ ഇത് കൂടുതൽ ഫലമായിട്ട് വരും കേട്ടോ. മാന്യതയോടുകൂടി, ആടിനെ പോലെ വളരെ ശാന്തമായി മാന്യതയോടുകൂടി അവരുടെ ലോകത്തിൽ സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മേഷക്കാര്, മറ്റുള്ളവർ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറിയാൽ, മറ്റുള്ളവർ തങ്ങളെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഒരു പരിധിക്ക് മേളിൽ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് അവരിൽ അവരുടെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിൻ്റെ തുടക്കമാവും. കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടം ഉള്ളത് എന്ന് പറയുന്നത് ജീവനോളം തന്നെ വിലയുള്ളതാണ് അവരുടെ സ്വാതന്ത്ര്യം. ആ പരിശ്രമത്തിൽ അവരെ അലറും, ഓടും, ദേഷ്യപ്പെടും, മാന്യതകളുടെ ചിന്തകൾ മറക്കും. പഠിച്ച വിദ്യാഭ്യാസവും തത്വശാസ്ത്രങ്ങളും നീതിബോധങ്ങളും പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ നിന്ന് കിട്ടിയ സർവ്വ അറിവുകളും അവിടെ മറക്കും. തിരിഞ്ഞു നോക്കാതെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് അഗ്നിപർവ്വത സ്ഫോടനം പോലെയായി തീരും മേടൻ രാശി. ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ, ഇനി ഒരു ബ്രീത്ത് എടുക്കണമെങ്കിൽ ദേഷ്യമല്ലാതെ മറ്റൊന്നും അവശേഷിക്കാത്ത ഒരവസ്ഥയിലേക്ക് ഇവരെത്തിപ്പെടുന്ന ഒരു സാഹചര്യം മേടം ലഗ്നക്കാർക്ക് എപ്പോഴെങ്കിലും നല്ല രീതിയിലുണ്ടാവും, ഉറപ്പാണ്. എത്ര ക്രൈസിസ് വന്നാലും അഗ്നിരാശി ആയതുകൊണ്ടും അതുപോലെ തന്നെ കുജന്റെ രാശി ആയതുകൊണ്ടും, സൈന്യാധിപനാണ് കുജൻ, രവി, അതായത് ഏറ്റവും കൂടുതൽ രവി ഉച്ചൻ എക്സോൾട്ടഡ് ആവുന്ന സ്ഥലമായതുകൊണ്ടും തന്നെ എത്ര പ്രശ്നങ്ങൾ വന്നാലും എത്ര ക്രൈസിസ് വന്നാലും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തിരിഞ്ഞു നോക്കാതെ, പാസ്റ്റിനെ അധികം ശ്രദ്ധിക്കാതെ ഫ്യൂച്ചറിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു യോദ്ധാവിൻ്റെ സ്വഭാവം ഇവർക്കുണ്ടാവും. ഇവരുടെ ഷാഡോ സൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെ പോസിറ്റീവായിട്ടും ക്വാളിറ്റി ആയിട്ടും കൊണ്ടുപോയില്ലെങ്കിൽ ഭാഗ്യാധിപനും ഗുരുത്വത്തിന്റെ അധിപനുമായിട്ടുള്ള 9-ാം ഭാവാധിപൻ നീചനാവുന്ന 10-ലാണ്, ലഗ്നാധിപൻ ഉച്ചനാവുന്നതും 10-ലാണ്. അപ്പം സ്വന്തം ഞാൻ ഉച്ചനാവുന്നിടത്ത് ഗുരുത്വം ആവുന്ന വ്യാഴം നീചനാവുന്ന സ്ഥലമാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഗുരുത്വം പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ 9-ാം ഭാവാധിപൻ
തൻ്റെ കർമ്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നശിച്ചു പോയാൽ ഇവരുടെ ഷാഡോ സൈഡ് എന്ന് പറയുന്നത് പലപ്പോഴും ആവശ്യമില്ലാത്ത യുദ്ധങ്ങളിൽ പോയിട്ടാണ് യോദ്ധാക്കന്മാർ മരിക്കുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ആർഗ്യുമെന്റ്സ്, ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഞാൻ എൻ്റേത് എനിക്കുള്ളതെന്ന് പറഞ്ഞ് കാണിക്കാൻ ഇവർ ശ്രമിച്ചാൽ ഈ 9ാം ഭാവാധിപൻ ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും പ്രകൃതിയുടെ സപ്പോർട്ടും ഒക്കെ കിട്ടേണ്ട 9ാം ഭാവാധിപൻ നീചനാവുന്നത് 10ലായതുകൊണ്ടും ലഗ്നാധിപനോട് ഉച്ചനാവുന്നത് കൊണ്ടും ഓവറായിട്ട് ഈഗോയും സുപ്പീരിയോറിറ്റി കോംപ്ലക്സുകളും ആധിപത്യവും ഒക്കെ മേടത്തിനേക്കാളിലും കഴിവുള്ളവർ പലരുമുണ്ട്. അവരുടെ ആയുധങ്ങൾക്ക് മുന്നിൽ ആടിന്റെ തലയറ്റ് വീഴും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. 2ഉം 7ഉം ഭാവാധിപനായ ശുക്രൻ മാരകനാണ്. മരണതുല്യമായിട്ടുള്ള അവസ്ഥകൾ അതിൻ്റെ ദശാകാലങ്ങൾ ചിലപ്പോൾ തന്നേക്കാം. അതേപോലെ 2ഉം 7ഉം ഭാവാധിപനായ ശുക്രനോടൊപ്പം ശനിക്ക് ബന്ധം വന്നാൽ, ശനിക്ക് ഒരു ബന്ധം മേടൻ രാശിക്കാർക്ക് വന്നാൽ ആയുസ് നിർണ്ണയിക്കുന്നിടത്ത് ശനിയുടെ ഒരു പ്രാധാന്യവും കൂടി നോക്കണം. ചില രാശികൾക്ക് പൊതുവെ 2ഉം 7ഉം ഭാവാധിപനാണ് മാരകൻ. പൊതുവെ എല്ലാ രാശികൾക്കും 2ഉം 7ഉമാണ് മാരകൻ എന്നാണ് പറയുന്നത്. 8ാം ഭാവം ആയുസാണ്. ആയുസിന്റെ നഷ്ടസ്ഥാനം 7 ആയതുകൊണ്ട് 7ഉം, അതുപോലെ തന്നെ 8ന്റെ 8 എന്ന് പറയുന്നത് 3ാം ഭാവം ആയതുകൊണ്ട് അതിന്റെ നഷ്ടസ്ഥാനം എന്ന് പറയുന്നത് 2 ആയതുകൊണ്ട് അത് 7ഉം 2ഉമാണ് മാരകസ്ഥാനമായിട്ട് പൊതുവെ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. പരാശര മഹർഷി ഇതല്ലാതെ മാരകസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചരരാശിക്ക് 11ാം ഭാവമാണ് രാശിദൃഷ്ടി, അഥവാ കേരളത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാധാസ്ഥാനം. ആയുസ് നിർണ്ണയിക്കുന്ന സമയത്ത്, ആയുർദോഷ നിർണയ സമയത്ത് 11ാം ഭാവത്തിന്റെ കാര്യവും കൂടി മേടൻ രാശിക്കാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ശനിയുടെ കാര്യവും കൂടി ചിന്തിക്കണം. പൊതുവെ വ്യാഴം 9ാം ഭാവത്തിന്റെയും 12ാം ഭാവത്തിന്റെ ആധിപത്യം ഉണ്ടെങ്കിലും 9ാം ഭാവത്തിന്റെ ആധിപത്യം നമ്മളങ്ങനെ കളയണ്ട. വ്യാഴം പൊതുവെ ഗുണഫലങ്ങളാണ് മേടൻ രാശിക്കാർക്ക് ചെയ്യുന്നത്. രാഹു പൊതുവെ ഇവർക്ക് അനുഗ്രഹിച്ചാണ് വരുന്നത് കണ്ടിട്ടുള്ളത്. പൊതുവെ ഭാവാധിപന്മാരുടെ ദൃഷ്ടിയോഗങ്ങളും ഒക്കെ നോക്കിയിട്ട് ദശയും കൂടെ ചേർത്തിട്ട് വേണം ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് ഈ രാശിക്കാരുടെ എത്താൻ. ഇത്രയൊക്കെയാണുള്ളത്. മാരകബന്ധം വരുമ്പം മരണസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നോക്കണം. അപ്പം ഇത്രയൊക്കെ മതി മേടൻ രാശിക്കാരെ കുറിച്ച് മനസ്സിലാക്കാൻ. അപ്പം അടുത്തത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശിയുടെ ഫലങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം.